ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരള ഗവൺമെൻറ്റിന് കീഴിൽ സുരക്ഷിതമായ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഓരോ മാസത്തെയും എല്ലാ PSC നോട്ടിഫിക്കേഷനും വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ തസ്തികകളിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ, അതായത് ഓരോ തസ്തികയുടെയും ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, എലിജിബിലിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഡിസംബർ മാസം വിളിച്ചിട്ടുള്ള ഏകദേശം 40ഓളം തസ്തികയിലോട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതുകൂടാതെ ഈ ഡിസംബർ തന്നെ സെക്കൻഡ് ടൈമിൽ വീണ്ടും കേരള PSC ഭാഗത്ത് നിന്ന് 36ഓളം വിവിധ തസ്തികകളിലോട്ട് വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് SSLC മുതൽ, അതായത് ജസ്റ്റ് SSLC മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും, അതേപോലെ തന്നെ SSLC ഇല്ലാത്ത ജസ്റ്റ് 7ാം ക്ലാസ് മാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് തസ്തികകളാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ SSLC എന്ന് പറയുമ്പോൾ SSLC, അതേപോലെ തന്നെ അതിന് ഹയർ ക്വാളിഫിക്കേഷനുള്ള +2, ഇനി അതേപോലെ തന്നെ നേഴ്സിംഗ്, അതേപോലെ തന്നെ ഡിഗ്രി, PG, അതിൽ തന്നെ MBA, ഇത്തരത്തിലുള്ള വിവിധ ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഓരോ തസ്തികകളും നമ്മുടെ കേരള PSC കീഴിൽ ഓരോ മാസവും വിളിക്കാറുണ്ട്. ഇപ്പോൾ ഡിസംബർ മാസം ഫസ്റ്റ് ടേമിൽ നേരത്തെ പറഞ്ഞ 40ഓളം, അതേപോലെ സെക്കൻഡ് ടേമിൽ വിളിച്ചിട്ടുള്ള ഈ പറയുന്ന 36 തസ്തികളുടെ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ജനുവരി 15-ാം തീയതി വരെയാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓരോന്നും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ, അതായത് കാറ്റഗറി നമ്പർ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാവും. അപ്പോൾ ഈ ഒരു സമയത്ത് പറയുവാനുള്ളത്, കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു പരിശ്രമം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സുരക്ഷിതമായിട്ടുള്ള ജോലി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണം. പല ഉദ്യോഗാർത്ഥികളും വെറുതെ അപ്ലൈ ചെയ്തിട്ട് എക്സാമിൻ്റെ സമയത്ത് മാത്രം നമ്മൾ പോയതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള PSCയുടെ ഭാഗത്തുനിന്ന് എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തൊട്ട് മുമ്പുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ PSC ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ആ ഒരു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PSCയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങൾ നേരത്തെ തൊട്ട് മുമ്പ് ഡിസംബർ മാസം തന്നെ വിളിച്ചിട്ടുള്ള ആ ഒരു തസ്തിക ജനുവരി 1-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ തസ്തിക കൂടി നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കൂടി കാണാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരള PSC ഉൾപ്പെടെ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ, അതേപോലെ തന്നെ മറ്റു പല ഗവൺമെൻറ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള എല്ലാ ജോബ് സെക്ടറിലോട്ടും അതേപോലെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും, അതോടൊപ്പം തന്നെ കരിയർ സംബന്ധമായിട്ടുള്ള ഏത് ഡൗട്ടുകൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ കുട്ടികളോട് സംബന്ധിച്ചുള്ള കരിയർ സംബന്ധമായിട്ടുള്ള ഡൗട്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്ലാറ്റ്ഫോം നേരത്തെ തന്നെ പ്രിയപ്പെട്ടവരെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപ്രകാരം നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് എടുക്കുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ കാര്യം സംബന്ധമായിട്ടുള്ള ഡൗട്ടും ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വിശദമായിട്ട് പോകുന്നതിന് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഉറപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശദമായിട്ടുള്ള കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഡീറ്റെയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഡിസംബർ സെക്കൻഡ് ടൈമിൽ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 36 തസ്തികകളിലോട്ട് നമുക്കിതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒന്നാമത്തെ നോട്ട് ചെയ്യുക. അതായത് ജനുവരി 15-ാം തീയതി വരെ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം. അതായത് ജനുവരി 15 വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സെക്കൻഡ് ടൈമിൽ വിളിച്ചിട്ടുള്ള തസ്തിക ഒന്നാമത്തത് സീനിയർ മാനേജർ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ സീനിയർ മാനേജർ മാർക്കറ്റിംഗിൽ അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ്. അത് സാലറി നിങ്ങൾ നോക്കുന്നത് 71,000 മുതൽ 1,42,000 വരെ സാലറി ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. അത് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വേക്കൻസി മാത്രമാണ്. അത് ഏജ് ലിമിറ്റ് 18 മുതൽ 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ആയിരിക്കണം. അതേപോലെ തന്നെ മിനിമം 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് മസ്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ 10 ഇയേഴ്സ് എക്സ്പീരിയൻസും അതേപോലെ തന്നെ MBA ക്വാളിഫിക്കേഷനുമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് സീനിയർ മാനേജർ മാർക്കറ്റിംഗ്. ഇനി രണ്ടാമത് സീനിയർ മാനേജർ തന്നെ പ്രൊജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടി വേക്കൻസി ഉണ്ട്. അപ്പോൾ ഏകദേശം സെയിം സംഭവം തന്നെയാണ്. സാലറി സെയിം സംഭവമാണ്, 1,42,000 ആണ്. അതേപോലെ വേക്കൻസി ഇതും ഒരു വേക്കൻസി മാത്രമാണ്. ഏജ് ലിമിറ്റ്
45 വയസ്സ് വരെ തന്നെയാണ്. ക്വാളിഫിക്കേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് PG ഡിഗ്രി ഇൻ, അത് പ്രൊജക്റ്റിലായതുകൊണ്ട് തന്നെ PG ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഡയറി എഞ്ചിനീയറിംഗ് ഫ്രം ഇനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ ഒരു PG കൂടി ഉണ്ടായിരിക്കണം. അതുകൂടാതെ MBA അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ളൊരു കോഴ്സ്, കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 years എക്സ്പീരിയൻസ് ഈ രീതിയിലും ഉദ്യോഗാർത്ഥികൾക്കുണ്ടെങ്കിൽ പ്രൊജക്റ്റിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ സീനിയർ മാനേജർ HRD. ഓക്കെ, അപ്പോൾ ഈ ഒരു തസ്തിക കൂടി നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ. ഓക്കെ, സീനിയർ മാനേജർ ആയതുകൊണ്ട് തന്നെ 10 years എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഇതിൻ്റെയും സെയിം സാലറിയാണ്, 1,42,000 വരെ ഉണ്ട്. ഒരു വേക്കൻസി തന്നെയാണ്. ഇനി അതുപോലെ ഏജ് ലിമിറ്റ് 45 ആണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ അതായത് MBA, അതായത് HR ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് MBA അല്ലെങ്കിൽ MSW വിത്ത് സ്പെഷ്യലൈസേഷൻ HR. അപ്പോൾ HR സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള MBA അല്ലെങ്കിൽ MSW എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഈ ഒരു സബ്ജക്റ്റിൽ എടുത്തവർക്കും അതേപോലെ 10 years എക്സ്പീരിയൻസ് നിലവിൽ ഈ പറയുന്ന ഏതെങ്കിലും റെപ്യൂട്ടഡ് കമ്പനിയിൽ ഉദ്യോഗാർത്ഥികൾക്കുണ്ടെങ്കിൽ ഈ തസ്തികയിലും അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 3 തസ്തിക വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു തസ്തിക നമുക്ക് 466 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തസ്തികയാണ്. അപ്പോൾ ഈ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് തസ്തികയുടെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് സാലറി 55,200 മുതൽ 1,15,300 വരെ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. അതായത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു വേക്കൻസി ഉള്ളത്. ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെയുള്ളവർക്കാണ്. ഇനി ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇനി അല്ലെങ്കിൽ മൈനിങ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, മിനിമം 50% മാർക്കോടുകൂടെ ഈ രീതിയിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിഗ്രി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മൈനിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഈ പറയുന്ന തസ്തികയിലോട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. വേക്കൻസി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വേക്കൻസിയാണ് ഈ ഒരു തസ്തികയിലും ഉള്ളത്. കാരണം നമുക്ക് പലപ്പോഴും നമ്മൾ എല്ലാ കാര്യം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, കൂടുതൽ വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുവാൻ സാധ്യത കൂടുതലായിരിക്കും. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. ഇനി അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട തസ്തിക നോക്കാം. അതായത് ജൂനിയർ ജിയോ ഫിസിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തസ്തിക ഇതിനാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൂടി നമുക്ക് നോക്കാം. ഈ ഒരു തസ്തികയിലോട്ട് സാലറി സ്കെയിൽ നോക്കാം. അതായത് 51,400 മുതൽ 1,10,300 വരെ ഈ ഒരു തസ്തികയിൽ സാലറി ഉണ്ട്. അതായത് കാറ്റഗറി നമ്പർ 468 അപ്പോൾ 2 വേക്കൻസിയാണ് ഇതിലുള്ളത്. 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ നോക്കുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ജിയോ ഫിസിക്സ്, അതായത് 50% മാർക്കോടുകൂടെ മിനിമം 50% മാർക്കോടുകൂടെ PG ജിയോ ഫിസിക്സിൽ PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തിക അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റു പ്രധാനപ്പെട്ട തസ്തിക നോക്കാം. അതായത് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ആണ്. അപ്പോൾ 469 ഈ ഒരു കാറ്റഗറി നമ്പർ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ഡീറ്റെയിൽ നോക്കാം. അത് 469 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ആണ്. സാലറി നോക്കേണ്ടത് 39,300 മുതൽ 83,000 വരെ സാലറി ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. വേക്കൻസി റിപ്പോർട്ട്, അതായത് ഒരുപാട് വേക്കൻസികളുണ്ട്, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 36 വരെയാണ്. ഇതിൻ്റെ ഈ ഒരു തസ്തികയുടെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് ജസ്റ്റ് നോർമലായിട്ടുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷൻ, അതായത് ഏതായാലും പ്രശ്നമില്ല. +2 അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിനെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ നിന്നുള്ള +2, അതിൻ്റെ കൂടെ BSc നേഴ്സിംഗ് നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഓക്കെ, BSc നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ്, അതായത് 3 വർഷത്തെ ഡ്യൂറേഷനുള്ള BSc നേഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നേഴ്സിംഗ് കോഴ്സ് പാസ്സായിട്ടുള്ളവർക്കും, കൂടാതെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിത്ത് ദ കേരള നേഴ്സസ്. അപ്പോൾ കേരള നേഴ്സസിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന സ്റ്റാഫ് നേഴ്സിംഗ് തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വേക്കൻസി ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ടുള്ള ഈ ഒരു തസ്തിക. അങ്ങനെ അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറി നോക്കാം. 470 ജൂനിയർ പബ്ലിക് ഹെൽത്ത്. ഓക്കെ, അത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ്. അപ്പോൾ ഇതും നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതിലും ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് 2 മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 41 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ നോക്കാം. SSLC ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതായത് ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിലും അതായത് ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, അതായത് ഈ പറയുന്ന നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, അതായത് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ നൽകുന്ന ഈ പറയുന്ന ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ ജസ്റ്റ് SSLC അതേപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ SSLCയുടെ കൂടെ ഈ കേരള നേഴ്സ് കൗൺസിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തസ്തികയിലോട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ് ഗ്രേഡ് 2. പിന്നെ അതായത് മറ്റൊരു പ്രധാനപ്പെട്ട തസ്തിക നോക്കാം. അതായത്
ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ്. 471 കാറ്റഗറി. അപ്പോൾ ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. വേക്കൻസികൾ ഒരുപാട് ധാരാളമുണ്ട്, കൃത്യമായിട്ടുള്ള കൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ, അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയാണ്. സാലറി നോക്കേണ്ടത് 25,900 മുതൽ 63,700 വരെ സാലറി ലഭിക്കുന്നതാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് 18 മുതൽ 26 വയസ്സ് വരെയാണ്. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുക, ജസ്റ്റ് പാസ് ഇൻ +2. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് പ്രിഫറൻസ് ചെയ്യുന്നുണ്ട്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഓക്കെ. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ സ്വാഭാവികമായിട്ടുള്ള, അതായത് ഹൈറ്റ്, വെയിറ്റ് ഈ പറഞ്ഞ രീതിയിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് 165 ഹൈറ്റ് ഉണ്ടായിരിക്കും, വെയിറ്റ് 50 kg ഉണ്ടായിരിക്കും, ചെസ്റ്റ് 81 ഉണ്ടായിരിക്കണം, ചെസ്റ്റ് എക്സ്പാൻഷൻ 5 cm ഉണ്ടായിരിക്കും. SC/ST ആണെങ്കിൽ 160, 48, 76, 5 ഈ ഒരു കാറ്റഗറിയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് SSLCയും അതേപോലെ തന്നെ ഈ ഒരു ഫിസിക്കലി ക്വാളിഫിക്കേഷനും ഉള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് തസ്തികയിലോട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 10ാം ക്ലാസ്സും ഈ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിയാണ്. അത് 472 തസ്തിക വരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രൈവർ തസ്തികയിലേക്ക് ആവശ്യമായിട്ടുള്ളത്, ഇതും ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 25,900 മുതൽ 63,700 വരെയാണ്. ഏജ് ലിമിറ്റ് 26 വയസ്സ് വരെയാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ജസ്റ്റ് +2 അതേപോലെ ഈക്വലൻ്റാണ്. അതിന് അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രിഫറൻസ് നൽകുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മസ്റ്റ് പൊസസ് വാലിഡ് കറണ്ട് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം. സ്വാഭാവികമായിട്ടും ഡ്രൈവർ തസ്തികയിലോട്ട് ഈ ഡ്രൈവിംഗ് ക്വാളിഫിക്കേഷനുള്ള, അതായത് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെയും ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ അധികം ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് എക്സ്പാൻഷൻ ഈ രീതിയിൽ ഫിസിക്കലി കൂടി ഏബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തിക അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും SSLC ലെവലിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വേക്കൻസികളുള്ള, എളുപ്പത്തിൽ സർവീസിൽ കയറാൻ പറ്റുന്ന തസ്തിക തന്നെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ. കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട തസ്തികയാണ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. 473/2024 അപ്പോൾ ഫീൽഡ് അസിസ്റ്റൻറ്റ് തസ്തികയും വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. അതായത് 19,000 മുതൽ 43,600 വരെയാണ്. 8 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെയാണ്. ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ ഫോറസ്ട്രി ഓർ MSc ബോട്ടണി ഓർ ഇക്വലന്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂസ്. അപ്പോൾ ഈ രീതിയിൽ ഡിഗ്രി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ MSc ബോട്ടണി കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ഈ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ഫീൽഡ് അസിസ്റ്റൻ്റ് എന്നുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറലുള്ള വേക്കൻസികൾ. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വേക്കൻസികൾ നോക്കാം. അതായത് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് SR, ഇതിൽ 5 പോസ്റ്റുകളാണ്. അപ്പോൾ അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ, അത് ജനുവരി 1-ാം തീയതി പറഞ്ഞ, നേരത്തെ ഫസ്റ്റ് ടൈമിൽ പറഞ്ഞ വെൽഫെയർ ഓഫീസർ പറഞ്ഞു. ഇനി അടുത്തത് ഈ സെക്കൻഡ് ടൈമിൽ വിളിച്ച 1ാമതാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് സിവിൽ. ഓക്കെ. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കായിരിക്കും, SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന 4 തസ്തികയാണ്. അപ്പോൾ ഒന്നാമത്തത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ വിങ്. സാലറി നിങ്ങൾ നോക്കുന്ന 55,200 മുതൽ 1,10,15,300 വരെയാണ്. ഒരു വേക്കൻസി മാത്രമാണ്. ഏജ് ലിമിറ്റ് 41 വയസ്സ് വരെയുണ്ട്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ്, അതായത് ഇന്ത്യൻ സിവിൽ എഞ്ചിനീയറിംഗ്. ഈ ഒരു മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. പക്ഷേ ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തസ്തികകളാണ്. ഇനി രണ്ടാമത്തെ ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു തസ്തികയാണ്, അതായത് ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ഓക്കെ. അപ്പോൾ ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഇതേ രീതിയിൽ ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരു വേക്കൻസിയാണ്. സാലറി 41,300 മുതൽ 87,000 വരെയാണ്. ഏജ് ലിമിറ്റ് 42 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ലോ ഓഫ് എനി റെക്കഗ്നൈസ്ഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലോ ഡിഗ്രി കഴിഞ്ഞവർക്കും അതേപോലെ തന്നെ എൻറോൾമെൻറ്റ് ആസ് എൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾമെൻറ്റ് ചെയ്തവർക്കും ഈ പറയുന്ന തസ്തികയിൽ ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ST വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു തസ്തികയാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. അപ്പോൾ ഈ ഒരു തസ്തിക 400, അതായത് ശ്രദ്ധിക്കണം, കാറ്റഗറി നമ്പർ 482 ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 വേക്കൻസി വന്നിട്ടുള്ളത്. ST വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്, അതായത് SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ്. 2 വേക്കൻസി ഉണ്ട്. 35,600 മുതൽ 75,400 വരെയാണ്. ഏജ് ലിമിറ്റ് 41 വയസ്സ് വരെയുണ്ട്. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജി
ഇനി അല്ലെങ്കിൽ ഡിഗ്രി ഇൻ കെമിസ്ട്രി, ഇനി അതുമല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ്, ഇനി അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ഇൻ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്. ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ SC/ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിൽ മറ്റൊരു ലാസ്റ്റ് തസ്തികയാണ് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, 483 കാറ്റഗറി നമ്പർ വരുന്നത്. അപ്പോൾ ഈ ഒരു തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ്. അപ്പോൾ 25,900 മുതൽ 63,700 വരെ സാലറിൻ്റെ ഒരു വേക്കൻസിയാണുള്ളത്. 41 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ SSLC ആയിരിക്കണം. അതേപോലെ തന്നെ ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ KGT ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഗ്രേഡും അതേപോലെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ടുള്ള തസ്തികയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് എന്ന് പറയുന്ന ഈ ഒരു തസ്തിക. ഇനി നമുക്ക് ഈ പറയുന്ന 2 തസ്തിക കൂടാതെയുള്ള മറ്റു പ്രധാനപ്പെട്ട തസ്തിക നോക്കാം. അതായത് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് NCA ഈ ഒരു തസ്തിക നോക്കാം. അതായത് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെയാണ് ഈ പറയുന്ന എല്ലാ തസ്തികകളും വരുന്നത്. അതായത് നമുക്ക് നേരത്തെ ജനുവരി 1-ാം തീയതി വരെയുള്ള തസ്തിക നമ്മൾ നോക്കി. ഇനി അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് വിളിച്ചുള്ള പ്രധാനപ്പെട്ട തസ്തിക നോക്കാം. അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജി, അതായത് ഈയവ തീയ ബില്ലവ ഈ വിഭാഗത്തിൽപ്പെട്ട, അതായത് ഈയവ തീയ ബില്ല എന്നീ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയാണ്. ഒരു വേക്കൻസി മാത്രമാണുള്ളത്. അതായത് ക്വാളിഫിക്കേഷൻ UGC രീതിയിൽ തന്നെ, അതായത് സാലറിയും UGCയുടെ റൂൾ പ്രകാരമുള്ള സാലറി തന്നെയായിരിക്കും. അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇനി അതേപോലെ ഏജ് ലിമിറ്റ് 48 വയസ്സ് വരെയുണ്ട്. ക്വാളിഫിക്കേഷൻ അതായത് UGC ലെവലുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അതായത് DM അല്ലെങ്കിൽ DNB നെഫ്രോളജി, അതായത് നെഫ്രോളജിയാണ്. അപ്പോൾ അതിലുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ പെർമനൻറ്റ് രജിസ്ട്രേഷൻ അണ്ടർ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ഈ രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട തസ്തികയാണ് ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കും. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് സർജറിയാണ്. അപ്പോൾ 456 ശ്രദ്ധിക്കുക. അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തിക ST വിഭാഗത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സർജറിയിൽ, അതായത് പീഡിയാട്രിക് സർജറിയിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്. ഇനി അതേപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ രചന ശരീർ, ഓക്കെ, അതായത് ലാറ്റിൻ കത്തോലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറയുന്ന ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കീഴിലുള്ള വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാം. ഇനി അതേപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ക്രിയ ശരീർ, ഇതും ലാറ്റിൻ കത്തോലിക് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ്. അതുപോലെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ ടെക്നിക്കൽ, ഓക്കെ, അതായത് ST വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അതായത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. അതായത് ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. 55,200 മുതൽ 1,17,300 വരെയാണ്. ഒരു വേക്കൻസി മാത്രമാണുള്ളത്. ഏജ് ലിമിറ്റ് 41 വയസ്സ് വരെയുണ്ട്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഓക്കെ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 5 years, ഓക്കെ. അപ്പോൾ 5 വർഷത്തിൽ കുറയാത്ത ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഈ ഒരു തസ്തികയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ മസ്റ്റ് ഹാവ് വാലിഡ് കറണ്ട് ഹെവി ഡ്യൂട്ടി ലൈസൻസ് ഫോർ ഡ്രൈവിംഗ്. അപ്പോൾ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഈ പറയുന്ന തസ്തികയിൽ ST വിഭാഗത്തിലുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു തസ്തിക നോക്കാം. മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ, ലാറ്റിൻ കത്തോലിക് അല്ലെങ്കിൽ ആംഗ്ലോ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന തസ്തികയാണ്. ഈ ഒരു തസ്തികയിൽ ഉദ്യോഗാർത്ഥികൾക്ക് 31,100 മുതൽ 66,800 വരെ സാലറി ലഭിക്കും. ഒരു വേക്കൻസി മാത്രമാണുള്ളത്. ഏജ് ലിമിറ്റ് 21 മുതൽ 39 വരെയാണ്. ക്വാളിഫിക്കേഷൻ +2, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ മെഡിക്കൽ റെക്കോർഡ് ടെക്നീഷ്യൻ കോഴ്സ്, അത് MRT കോഴ്സ്, അതിനെ അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ കോഴ്സ്, അതുമല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ് സയൻസ്. ഈ രീതിയിൽ ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന തസ്തികയിൽ മെഡിക്കൽ തസ്തികയിലോട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ലാറ്റിൻ കത്തോലിക്കിൽ മാത്രമാണ്. ഇനി ലാസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനിങ്, നേരത്തെ പറഞ്ഞ അതേ തസ്തിക തന്നെയാണ്. പക്ഷേ ഇത് SC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേഴ്സ് ടു ക്രിസ്ത്യാനിറ്റിക്ക് ഈ പറയുന്ന സമ്പന്നത്തിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്. SLCയിലാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഫിസിക്കലി കൂടി ഏബിൾ ആണെങ്കിൽ ഈ പറയുന്ന തസ്തിക ഈ രീതിയിലുള്ള കൺവേർട്ട് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് ജില്ലാതല ജനറൽ തസ്തികയിലുള്ള വേക്കൻസി നോക്കാം. അതായത് നേരത്തെ 2 വേക്കൻസി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ജനുവരി 1-ാം തീയതി വരെയുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം. അപ്പോൾ സംസ്കൃതം ഹൈസ്കൂൾ ടീച്ചറായിട്ട് ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, എല്ലാ ഉദ്യോഗാർത്ഥികളും ജനറലായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വേക്കൻസിയാണ് സംസ്കൃത ടീച്ചർ വേക്കൻസി ഹൈസ്കൂള്. വേക്കൻസി വയനാട് ജില്ല 2, കണ്ണൂർ 1, കാസർഗോഡ് 1, കൊല്ലം 2, ഓക്കെ, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ വേക്കൻസികൾ കറക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഒരുപാട് വേക്കൻസികൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സംസ്കൃതത്തിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അത് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കാൻ 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഡിഗ്രി ഇൻ സംസ്കൃത്, ഓക്കെ, അതേപോലെ തന്നെ B.Ed.
ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സംസ്കൃതവും അതേപോലെ തന്നെ BEdമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. ഇനി അതേപോലെ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഉറുദു, അതായത് ഉറുദു ഡിഗ്രി പ്ലസ് BEd ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് 41,300 മുതൽ 87,000 വരെ സാലറി ലഭിക്കുന്നുണ്ട്. നിലവിൽ വയനാട് ജില്ലയിൽ ഒരു വേക്കൻസിയും, കണ്ണൂർ റിപ്പോർട്ട് കറക്റ്റ് കൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ധാരാളം വേക്കൻസികൾ ചാൻസ് ഉണ്ട്. ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ 40 വയസ്സിന്, ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രി, അതായത് ഉറുദുവിൽ ഡിഗ്രിയും അതേപോലെ തന്നെ BEdും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതേപോലെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ് മറ്റൊരു പ്രധാനപ്പെട്ട തസ്തിക. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കാം. അതായത് 27,900 മുതൽ 63,700 വരെയാണ് വേക്കൻസി വരുന്നത്. ഒരു വേക്കൻസിയാണ് സാലറി വരുന്നത്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 26 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ നോക്കുക, ജസ്റ്റ് +2 പാസ്സായാൽ മാത്രം മതി. അതേപോലെ ഇതിൻ്റെ ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫിസിക്കലി 152 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഈ കാര്യം ഈ ഒരു തസ്തികയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ നല്ലൊരു തസ്തിക തന്നെയാണ്. വിമൻസ് വിഭാഗത്തിലുള്ള ഒരു നല്ലൊരു തസ്തികയാണ്, ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി അതായത് പ്രധാനപ്പെട്ട മറ്റൊരു തസ്തികയാണ് ചിക്സ് സെക്സർ. അത് 478 കാറ്റഗറി വരുന്നത്. അപ്പോൾ അതിൻ്റെ പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. അതായത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്സ് സെക്സർ എന്നുള്ള ഈ ഒരു തസ്തികയിലോട്ട് പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 6 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം. അതേപോലെ തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ചിക്ക് സെക്സിങ് ആൻഡ് ഹാച്ചറി മാനേജ്മെൻറ്റ് കോഴ്സ്. അപ്പോൾ ഈ ഒരു തസ്തികയിലോട്ട് ഈ പറയുന്ന ചിക്ക് സെക്സിങ് ആൻഡ് ഹാച്ചറി എന്നുള്ള ഒരു കോഴ്സ് മിനിമം 5 മാസത്തിനുള്ളിലുള്ള ഈ ഒരു കോഴ്സ് എടുത്തവർക്ക് മാത്രം ഈ പറയുന്ന തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സ്പെഷ്യലൈസ്ഡ് തസ്തിക ആയതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യും. ഇനി മറ്റൊരു തസ്തിക നോക്കാം. ആയാണ് 479 ഇത്തരത്തിൽ ക്വാളിഫിക്കേഷൻ കുറഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട തസ്തിക തന്നെയാണ്. അപ്പോൾ 23,000 മുതൽ 50,200 വരെയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ. ട്രിവാൻഡ്രത്ത് 2ഉം അതേപോലെ കൊല്ലത്ത് 1ഉമാണ് നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ്, അതായത് ശ്രദ്ധിക്കുന്ന കാര്യം, നിലവിൽ ഇനിയും വേക്കൻസികൾ വരാൻ ചാൻസ് ഉണ്ട്. 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ഷുഡ് നോട്ട് ഹാവ് അക്വേർഡ് ഗ്രാജുവേഷൻ. ഒരിക്കലും ഗ്രാജുവേഷൻ ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ സാധാരണ ആയാണ്. അപ്പോൾ ജസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജസ്റ്റ് 7ാം ക്ലാസ് മാത്രം മതി. ഇനി അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്നത് നോട്ട് ലെസ് ദൻ 1 ഇയർ എസ് ആയ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ കുട്ടികളെ നോക്കിയിട്ടുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആയമാർക്ക് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയിലോട്ട് 7ാം ക്ലാസ് വരെ മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട തസ്തിക. നമുക്ക് ജില്ലാ തലത്തിലുള്ള സമ്പന്ന വിഭാഗത്തിലുള്ളവരുടെ തസ്തിക കൂടി നമുക്ക് നോക്കാം. അതിൽ ഒരു തസ്തികയായിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയാണ്. അതായത് 5 ജില്ലാ തലത്തിൽ 5, അതായത് ശ്രദ്ധിക്കുന്ന SC ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പം നിലവിൽ 5 ജില്ലകളിലാണ് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ SC ST വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ജില്ല? അതേപോലെ 31,100 മുതൽ 66,800 വരെ സാലറി ലഭിക്കും. അപ്പോൾ നിലവിൽ ട്രിവാൻഡ്രത്ത് 3, പത്തനംതിട്ട 5, ഇടുക്കി 4, തൃശ്ശൂർ 7, മലപ്പുറം 4, ഇത്രയുമാണ് തസ്തികയുള്ളത്, വേക്കൻസി ഉള്ളത്. ഏജ് ലിമിറ്റ് 31 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ഫിസിക്കലി ഹൈറ്റ് 160, ചെസ്റ്റ് 76. അതേപോലെ ഐ വിഷൻ, കൃത്യമായിട്ട് കാഴ്ച, അതേപോലെ തന്നെ കേൾവി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ പ്രത്യേകിച്ച് പോലീസൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ഫിസിക്കലിയുള്ള എല്ലാ ആക്ടിവിറ്റിയിലും കൃത്യമായിട്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ റിട്ടേൺ എക്സാമിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തസ്തികയിലോട്ട് കയറി ചെല്ലാൻ പറ്റുന്ന തസ്തിക തന്നെയാണ് പോലീസ് തസ്തിക. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ ജില്ലാ തലത്തിലെ മറ്റു പ്രധാനപ്പെട്ട പിന്നോക്ക വിഭാഗത്തിലുള്ള തസ്തിക കൂടി നോക്കാം. അവസാനമായിട്ട്, അതായത് ജനുവരി 1 വരെ ഒരുപാട് തസ്തികകൾ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളിച്ചിട്ടുള്ളതിൽ ഒന്നാമത്തത് ഹൈസ്കൂൾ ടീച്ചറാണ്. ഉറുദു, SC ST, ഷെഡ്യൂൾഡ് കാസ്റ്റ്, കൺവേഴ്സ്ഡ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള അവർക്കാണ് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി ഉള്ളത്. ഉറുദു ടീച്ചേഴ്സാണ്, ജസ്റ്റ് ഡിഗ്രി പ്ലസ് BEd. അതേപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയമാണ്. ഈ വേക്കൻസി ഉള്ളത് ഈയവ തീയ ബില്ലവപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ്. ട്രിവാൻഡ്രത്താണ് ഇതിൻ്റെ വേക്കൻസി. ട്രിവാൻഡ്രം ജില്ലയിലാണ്. LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ആയിരിക്കണം. അപ്പോൾ തമിഴ് മീഡിയം LP സ്കൂൾ ടീച്ചറാണ്. 35,600 മുതൽ 75,400 വരെ സാലറി ലഭിക്കും. ഈയവ തീയ ബില്ലവപ്പെട്ടവർക്ക് ഈ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏജ് ലിമിറ്റ് 43 വയസ്സ് വരെ ഉണ്ട്. SLC പാസ്സായിരിക്കണം. അതേപോലെ +2 പാസ്സായിരിക്കണം. അതേപോലെ പാസ് ഇൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ കണ്ടക്ട് ബൈ അതോടൊപ്പം തന്നെ TTC തമിഴ് മീഡിയം. ഓക്കെ, SLCയുടെയും +2ൻ്റെയും കൂടെ
ടി ടി സി തമിഴ് മീഡിയത്തിൽ പാസ്സായിട്ടുള്ളവർക്കാണ് ഈ പറയുന്ന തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈവാത്തിയ ബില്ല കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതും അപ്ലൈ ചെയ്യാം. അതേപോലെ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ഈ പറയുന്ന വേക്കൻസിയിൽ അപ്ലൈ ചെയ്യാം. കൊല്ലത്താണ്. അതും ആവശ്യമായിട്ടുള്ളത് ജസ്റ്റ് SSLC +2 TTC തന്നെയാണ്. അതായത് തമിഴ് മീഡിയം TTC ആയിരിക്കണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമൽ TTCക്കാർക്ക് പറ്റില്ല, തമിഴ് മീഡിയത്തിൽ TTC എടുത്തവർക്കാണ്. ഇനി അതുപോലെ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം ഈവാത്തിയ ബില്ല ഇടുക്കി ജില്ലയിലും വേക്കൻസി ഉണ്ട്. അതിൽ LP സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം അതായത് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇടുക്കി ജില്ലയിൽ അപ്ലൈ ചെയ്യാം. ഇനി UP സ്കൂൾ ടീച്ചർ അതായത് തമിഴ് മീഡിയത്തിലാണ്. ഇതേ രീതിയിൽ തന്നെ ലാറ്റിൻ കത്തോലിക്ക അതായത് +2 അതേപോലെ തന്നെ DLED തന്നെയാണ്. ഇതിനും ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൊല്ലം ജില്ലയിലാണ്. ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് അതായത് ധീവര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇടുക്കി ജില്ലയിലുള്ള ഈ ഒരു വേക്കൻസി ഡീറ്റെയിൽസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതായത് ക്ലർക്ക് വിഭാഗത്തിലായതുകൊണ്ട് തന്നെ 26,500 മുതൽ 60,700 വരെ സാലറി ലഭിക്കും. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 39 വയസ്സ് വരെയുണ്ട്. ക്വാളിഫിക്കേഷൻ ക്ലർക്കിൽ വേണ്ടത് ജസ്റ്റ് പാസ് ഇൻ SSLC. അതേപോലെ വർക്കിംഗ് നോളജ് ഓഫ് ബോത്ത് തമിഴ് ആൻഡ് മലയാളം ലാംഗ്വേജ്. അപ്പം മലയാളത്തിലും അതേപോലെ തന്നെ തമിഴിലും ജോലി ചെയ്യാനുള്ള ഒരു അറിവ് ജസ്റ്റ് ഈ ഒരു തസ്തികയിലേക്ക് ഉണ്ടായാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ളവർക്കൊക്കെ ഈ പറയുന്ന ധീവര വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതേപോലെ അതായത് വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന അതായത് 504 കാറ്റഗറി വയനാട് ജില്ലയിലാണ്. ഈ ഒരു വേക്കൻസി കൂടി ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നിലവിൽ ഡിസംബർ 2nd ടൈമിൽ ഉദ്യോഗാർത്ഥികൾക്ക് വിളിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ഓരോ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അതിനുശേഷം കൃത്യമായിട്ടുള്ള പരിശ്രമം നിങ്ങൾക്കുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് കീഴിലെ സുരക്ഷിതമായ ജോലി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് നല്ല ഒരു സേഫായിട്ടുള്ള ജോലിയിലേക്ക് നിങ്ങൾക്കൊക്കെ എത്തുവാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കേരള PSC ഉൾപ്പെടെയുള്ള എല്ലാ ജോബ് അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിക്കുന്നത് കൊണ്ട് തന്നെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.